മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന കാസർഗോഡ് ജില്ലയും മലപ്പുറം ജില്ലയും ബന്ധിപ്പിച്ചുകൊണ്ട് അടുത്ത കാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലുള്ള വിജയം വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന ജനാധിപത്യ മതേതര കേരളത്തിന് ഏറ്റവും അപമാനകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി, പ്രത്യേകിച്ചും CPIMൻ്റെ ഒരു മന്ത്രി ഇത്ര പച്ചയായ വർഗീയത പറഞ്ഞ് ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന നിലപാട് സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. ശ്രീ സജി ചെറിയാൻ ആദ്യം ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് വിശേഷിപ്പിച്ച് ഭരണഘടനാ ശില്പിയായ ബാബാ സാഹേബ് അംബേദ്കറെ തന്നെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അന്ന് അദ്ദേഹത്തെ ശക്തമായ പ്രതിഷേധവും രോഷവും ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിലും പിന്നീടൊരു തട്ടിക്കൂട്ട് അന്വേഷണം നടത്തി വളരെ വേഗത്തിൽ മന്ത്രിസഭയിൽ തിരിച്ചു കൊണ്ടുവരികയാണ് പിണറായി വിജയൻ ചെയ്തത്. അത് ഈ രാജ്യത്തെ അംബേദ്കറെ സ്നേഹിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ, പ്രത്യേകിച്ചും അധസ്ഥ ജനവിഭാഗങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അദ്ദേഹത്തെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ പുനഃപ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. എങ്കിൽ പിണറായി വിജയൻ തൻ്റെ വിശ്വസ്തൻ എന്ന നിലയിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തന്നെ പോലീസിനെ ഉപയോഗിച്ച് ഒരു പ്രഹസനമായ അന്വേഷണം നടത്തി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ കൊണ്ടുവന്നു. മന്ത്രിസഭയിൽ വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും പലതരത്തിലുള്ള വിവാദ പ്രസ്താവന നടത്തി ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യനായി മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നാണ്. ഇപ്പോൾ അദ്ദേഹം വീണടുത്ത് കിടന്ന് ഉരുളുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ കാസർഗോഡും അല്ലെങ്കിൽ മലപ്പുറം നോക്കുമ്പോൾ എന്തുകൊണ്ട് മധ്യ തിരുവിതാംകൂറിലെ വിജയിച്ച സ്ഥാനാർത്ഥികളെക്കുറിച്ച് അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല? അതുപോലെ തെക്കൻ കേരളത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥികളെക്കുറിച്ചോ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഇതൊന്നും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ജാതി, അവരുടെ മതം നോക്കി വിലയിരുത്തുന്ന ഒരു സാഹചര്യം മുമ്പില്ലായിരുന്നു. പിണറായി വിജയൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു നിലപാട്, അതിനെ ചൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ തുടരാൻ ധാർമ്മികമായി അവകാശമില്ല എന്നുള്ളതാണ്. അല്ലാതെ CPM അദ്ദേഹത്തെ തിരുത്താൻ പോവുകയോ തിരുത്തിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് കാര്യമായില്ല. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ കേരളത്തെ വിഭജിപ്പിക്കുന്ന, കേരളത്തിലെ ജനങ്ങളിൽ തമ്മിൽ വിദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ട് പോകാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായി തീരുമാനമെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ ശ്രീ ഐഷ പോറ്റി, CPMൻ്റെ 3 ടൈം MLA ആയിരുന്ന ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നപ്പോൾ അവരെ വർഗവഞ്ചകയെന്ന് പറഞ്ഞുകൊണ്ട് MA ബേബി മുതൽ ഇങ്ങോട്ട് താഴെത്തുള്ള എല്ലാ നേതാക്കളും അവരെ വിമർശിക്കുകയും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ വളരെ മ്ലേച്ഛമായി അവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ദേവികുളത്തുനിന്ന് 3 പ്രാവശ്യം MLA ആയ CPMൻ്റെ സമുന്നത നേതാവായ S രാജേന്ദ്രൻ ഇന്നലെ BJPയിൽ ചേർന്ന് മെമ്പർഷിപ്പ് എടുത്തപ്പോൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രതികരിക്കുകയോ രാജേന്ദ്രനെ കുറ്റപ്പെടുത്തുകയോ ഐഷ പോറ്റിയെക്കെതിരായി പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അവർ നടത്തിയിട്ടുള്ളതാണ്. അതിനർത്ഥം രാജേന്ദ്രൻ BJP പോയതിനെ എതിരായി CPMൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും വന്നില്ല, ഒരു അഭിപ്രായവും വന്നില്ല. അപ്പോൾ ഐഷ പോറ്റിയെ മാത്രം ക്രൂരമായി ആക്രമിക്കുകയാണ് ചെയ്തത്. BJPയിൽ CPM ആര് പോയാലും അവർക്ക് പ്രശ്നമില്ല. CPMൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ CPMൽ നിന്ന് BJPയിൽ പോയാൽ CPMന് പ്രശ്നമില്ല. CPMൽ നിന്ന് ഏതെങ്കിലും നേതാക്കൾ കോൺഗ്രസ് വരുമ്പോഴാണ് ഇവർക്ക് കുരു പൊട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് CPMൻ്റെ ഈ ഇരട്ടത്താപ്പ്, എല്ലാ വിഷയങ്ങളിലുള്ള അവരുടെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്.